ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ഞാൻ നാളെ നാട്ടിൽ പോവുകയാണേ. അപ്പോൾ ഇന്ന് ഒരുപാട് പണികളുണ്ട് ചെയ്തു തീർക്കാൻ. അതിനെക്കൊണ്ട് തന്നെ ഇന്ന് ലഞ്ചിന് കുറേ സമയം കളയാനൊന്നുമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. തക്കാളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ വലിയുള്ളിയും വേണം. വലിയുള്ളി ഞാനിങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാനിങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് മുറിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ പുറമെ നമുക്ക് കുറച്ച് സാധനങ്ങളോട് ഇനിയും വേണം കേട്ടോ. പിന്നെ അതാ റൈസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബസുമതി റൈസാണ് ഞാൻ എടുത്ത് വെച്ചത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കുക കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഇത് കഴുകി ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ: പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്, കുരുമുളക്, ജീരകം, പിന്നെ ബിരിയാണി ലീഫും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഒരൊറ്റ പാത്രം മതി കേട്ടോ ഈ ഡിഷിന്, വേറെ ഒരു പാത്രം എടുക്കണ്ട. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിൽ വേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നവർക്കാണെങ്കിൽ വെറും വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച സ്പൈസസ് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച വലിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. വലിയുള്ളി നല്ലതുപോലെ വാടി കിട്ടണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഈ ബിരിയാണി ലീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ല. ഇനി എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഇതിടുന്നത്. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മുറിച്ച് വെച്ച പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി വാടിയിട്ടാണ് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല, ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും കേട്ടോ നമ്മൾ ഈ കുക്കറിൽ ഉപയോഗിക്കുമ്പോൾ. ഇപ്പം എല്ലാം കൂടി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അടിച്ചു വെച്ച തക്കാളി പ്യൂരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ തക്കാളീൻ്റെ ആ പുളിപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല പേസ്റ്റായിട്ട് കിട്ടണേ. ഈ സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ തക്കാളീൻ്റെ വേവ്. ഇല്ലെങ്കിൽ ഈ തക്കാളി വേവുന്നതിൻ്റെ മുന്നേ നമ്മൾ അരി ഇട്ടാൽ ഈ ടൊമാറ്റോ റൈസിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും കേട്ടോ. ഇത് നല്ലപോലെ വാടി കിട്ടണം. നമ്മൾ എണ്ണ തെളിയുന്ന പോലെ എന്ന് പറയൂലേ, അതുപോലെ വാടി കിട്ടണേ. അതിനുശേഷം ഞാൻ കുറച്ച് പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള പോലെ വെക്കാം കേട്ടോ. ഇതിനൊന്നും ഇങ്ങനെ നിബന്ധനകളും അളവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ഫുഡല്ലേ, അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പുതിനയില കണ്ടോ, ഒരു ചെറിയ തണ്ടാണ് ഞാൻ എടുത്ത്. നമ്മളെ ഈ ബിരിയാണി അല്ല, നമ്മളെ ടൊമാറ്റോ റൈസ് അറിയാൻ പാടില്ല നമ്മൾ ഇതിലേക്ക് പുതിന ഇടുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ എടുത്താൽ മതി കേട്ടോ. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിനൻ്റെ ടേസ്റ്റ് കുറച്ച് മുൻപിൽ നിൽക്കുന്ന എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് ഇടണം. ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടില്ലല്ലോ. എല്ലാവരും ഈ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനൊന്നും പറഞ്ഞ് ഉപ്പിടുന്നത് കാണില്ല. ഞാനങ്ങനെ ഇടയില്ല കേട്ടോ. ഞാനൊരു പകുതിയാവുമ്പോൾ മസാലയൊക്കെ ഇടുന്ന സമയത്താണ് ഉപ്പ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനൊരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിലേക്ക് ഒഴിച്ച്. അതിങ്ങനെ തിള വരുന്ന സമയത്ത് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഉപ്പ് കുറച്ചൊന്ന് കൂടി നിൽക്കണം. നമ്മൾ ചോറ് വെക്കുമ്പോൾ അങ്ങനെയല്ലേ, കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കണമല്ലോ. ഇനി നമുക്ക് കഴുകി വെള്ളത്തിലിട്ട് വെച്ച അരി ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് ബസ്മതി അരി തന്നെ എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങളെ കയ്യിൽ വെള്ളച്ചോറ് വെക്കുന്ന അരിയാണെങ്കിൽ അതും ഉപയോഗിക്കാം. ഞാൻ അതുകൊണ്ടും വെച്ച് സക്സസ് ആയതാണ്. പിന്നെ വിസിലിൻ്റെ കാര്യവും വെള്ളത്തിൻ്റെ കാര്യവും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ അരിക്ക് ഞാൻ ഒരു വിസിലേ അടിക്കുന്നുള്ളൂ കേട്ടോ. അത് അടിച്ച് കഴിഞ്ഞിട്ട് എയർ പോയിട്ട് ഞാൻ തുറക്കും. ഇപ്പോൾ നമ്മൾ കുക്കറിൽ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കേ. ഇതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ നല്ല വേവൊക്കെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ടേ. ഒരു തട്ടിക്കൂട്ട് ബിരിയാണി പോലൊക്കെ തന്നെയാണ് കേട്ടോ ഇതും. പിന്നെ നമ്മൾ ചിക്കന് മീറ്റൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇതും ബിരിയാണിയും തമ്മിലുള്ളൂ.
കാണാനൊക്കെ അടിപൊളിയായിട്ട് നമ്മളെ ടൊമാറ്റോ റൈസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കേ. വേറെ കറികളും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി നമുക്ക് എല്ലാം കൂടി ആക്കി എടുക്കാൻ ഒരു സമയമില്ലാത്ത അല്ലെങ്കിൽ മടി പിടിച്ച ദിവസങ്ങളിലേക്ക് പറ്റിയൊരു സാധനം തന്നെയാണ് കേട്ടോ ഇത്. കുറച്ച് തൈരും സൈഡിലെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഞാനൊരു നോൺ വെജ് അഡിക്റ്റ് ആയതുകൊണ്ട് ഒരു ചിക്കൻ കാലം എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അടിപൊളിയായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ബായ്.